എന്നും പറയാൻ പറ്റുന്ന ഇംഗ്ലീഷിലെ കുറച്ച് സെൻറ്റൻസുകൾ ഒന്ന് പഠിച്ചാലോ? സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് പറയാൻ കഴിയണം, അല്ലാതെ അവിടെ തപ്പിപ്പഴ പാടില്ല. അങ്ങനെ ഒരു തപ്പിപ്പഴ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 15 വളരെ പ്രധാനപ്പെട്ട എന്നും സംസാരിക്കാറുള്ള 15 സെൻറ്റൻസുകൾ ഏതൊക്കെ നോക്കാം. ഓക്കെ, നോക്കിയാലോ? പോരി. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, കണ്ടോളി. ദ പവർ ഹാസ് ഗോൺ ഓഫ്. എന്താണ്? ദ പവർ ഹാസ് ഗോൺ ഓഫ്. ഇത് ഒരു തവണ വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവണ കണ്ടത് കൊണ്ടോ കാര്യമില്ല കേട്ടോ. വീണ്ടും വീണ്ടും ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്താണ്? ദ പവർ ഹാസ് ഗോൺ ഓഫ്. നമ്മൾ കറണ്ട് പോകില്ലേ, കറണ്ട് പോകുമ്പോൾ അല്ലേ, ഓ ദ പവർ ഹാസ് ഗോൺ ഓഫ്. ആ സമയത്ത് പറയണം ദ പവർ ഹാസ് ഗോൺ ഓഫ്. ഇത് വീണ്ടും വീണ്ടും പറയണം, അപ്പോഴേ ആ സാഹചര്യം വരുമ്പോൾ പറയാൻ കഴിയുള്ളൂ. എന്താണെന്ന് പറഞ്ഞു? ദ പവർ ഹാസ് ഗോൺ ഓഫ്. എൻ്റെ കൂടെ പറയാം, ദ പവർ ഹാസ് ഗോൺ ഓഫ്. ഓ ദ പവർ ഹാസ് ഗോൺ ഓഫ്. ദ പവർ ഹാസ് ഗോൺ ഓഫ്. വൈദ്യുതി പോയി അല്ലേ, കറണ്ട് പോയി. ദ പവർ ഹാസ് ഗോൺ ഓഫ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ്, കറണ്ട് വന്നു എന്ന് പറയണം. കറണ്ട് വന്നു. കറണ്ട് വന്നു. കറണ്ട് വന്നു എന്ന് പറയണം. പറയാം, ദ പവർ ഹാസ് കം. ദ പവർ ഹാസ് കം. ദ പവർ ഹാസ് കം. എന്താണ് ആദ്യം പറഞ്ഞു അല്ലേ, കറണ്ട് പോയി. ദ പവർ ഹാസ് ഗോൺ ഓഫ്. ദ പവർ ഹാസ് ഗോൺ ഓഫ്. രണ്ടാമത്താണ് ദ പവർ ഹാസ് കം. ദ പവർ ഹാസ് കം. എന്തായി? കറണ്ട് വന്നു അല്ലേ, വൈദ്യുതി വന്നു എന്നായി. ഇനി മൂന്നാമതാണ്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണ് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവനൊന്ന് ജസ്റ്റ് ഒന്ന് സോപ്പിടണം. എന്ത് പറയാം? വെറുതെ പറയാം. എന്ത് പറയാം? കണ്ടോ, യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്. എന്താണ്? യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്. എന്നർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിനേക്കാൾ കുറവ് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്തായാലും ആ വ്യക്തി നിങ്ങൾ പെടൂലേ? ഉറപ്പായും പെടും. നമ്മൾ തള്ളിയതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലേ, എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സെൻറ്റൻസ് ആണ് ഇതല്ലേ. എന്താണ്? യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്. നിങ്ങളോട് ആരെങ്കിലും പറയാണ് ഇങ്ങനെ, ഓഹോ യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താവും അല്ലേ, നിങ്ങൾക്ക് സന്തോഷം തോന്നൂലേ? തോന്നും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇത് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാം. കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരികയാണെങ്കിലോ ജസ്റ്റ് പറയാ, വാവ് യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്. യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണത് അതിൻ്റെ ഓപ്പോസിറ്റ്, യു ലുക്ക് ഓൾഡർ ദാൻ യുവർ ഏജ്. എന്താണ്? യു ലുക്ക് ഓൾഡർ ദാൻ യുവർ ഏജ്. നിങ്ങൾക്ക് നിങ്ങളുടെ വയസ്സിനേക്കാൾ കൂടുതൽ തോന്നുന്നതായി. അതായത് രണ്ടും പറയല്ലേ, യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്, യു ലുക്ക് ഓൾഡർ ദാൻ യുവർ ഏജ്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമുക്ക് എന്നും പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണല്ലോ, തീർച്ചയായിട്ടും. ഇനി നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് കിടക്കുന്നത്. കണ്ടോളി, അഞ്ചാമത്താണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്ന ഓരോ കാര്യങ്ങളാണ്. കണ്ടോളി, ഫിഫ്ത്ത്. നമ്മൾ അഞ്ചാമത്തെ സെൻറ്റൻസ് ആണ്. എന്താണ്? ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാട്ടോ. എന്താണ്? ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും എന്ന് പറയല്ലേ. അങ്ങനെ പറയുമ്പോഴാണ് പറയാ, ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ് എന്ന് പറയാം. ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ. എന്താണ്? ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. എക്സ്ക്യൂസ് മീ, ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഐ ആം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഇതൊരു 5-6 തവണ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഓട്ടോമാറ്റിക്കലി പഠിയും, ഉറപ്പാണ്. ഇനി നമ്മുടെ ആറാമത്താണത്, ഇന്നത്തേക്ക് അത്രയും മതി അല്ലേ. ഇന്നത്തേക്ക് അത്രയും മതിടാ, അത്ര മതി, ഇന്നത്തേക്ക് അത്രയും മതി എന്ന് പറയല്ലേ നമ്മൾ. എന്ന് പറയാ, യാ ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ എന്നാണ്. ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ എന്ന് പറയൂ. ഇത് ദാറ്റ് ഈസ് ആണ്. ദാറ്റ് ഈസിൻ്റെ ഷോർട്ടായി പറഞ്ഞാണ്. ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. That's enough for today. That's enough for today. ഓക്കെ ആണല്ലോ? ഇന്നത്തേക്ക് അത്രയും മതി. എക്സ്ക്യൂസ് മീ, ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. അവിടെ എക്സ്ക്യൂസ് മീ, ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഇതൊക്കെ എന്നും പറയാൻ കഴിയും, വളരെ സിമ്പിളാണ്. ഇനി അടുത്താണ് ഏഴാമത്താണെന്ത്,
ഇവിടെ കണ്ടോ, എവിടെയോ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു സാധനം അങ്ങ് നന്നായിക്കൊണ്ടിരിക്കണം, ഹൈഷ് 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 ഇത് നന്നാവുന്നില്ലല്ലോ, എന്താ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, എവിടെയോ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാം സംതിങ് ഈസ് റോങ് സംവെയർ. സംതിങ് ഈസ് റോങ് സംവെയർ. ഒരുപാട് ഒരു അരമണിക്കൂറായിട്ട് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കണം, ഹൈ ഹൈ ഇതെന്താ നന്നാമത്തത്. സംതിങ് ഈസ് റോങ് സംവെയർ. സംതിങ് ഈസ് റോങ് സംവെയർ. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെൽഫ് പ്രാക്ടീസ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ അൽമാർ ഉണ്ടാവല്ലോ, ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആൻഡ് ലുക്ക് ഇൻ ടു ദ മിറർ. ആ കണ്ണാടിയിലേക്ക് നോക്കാം, എന്നിട്ട് പറയാ ഓഹോ യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്, യു ലുക്ക് ഓൾഡർ ദാൻ യുവർ ഏജ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഫ്ലുവൻസിയോട് കൂടി പറയാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിലോ വീണ്ടും പറയാം. നല്ല ഫ്ലുവൻസിയോട് കൂടി ഒരു സ്റ്റെക്കും ഇല്ലാതെ പറയുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. ഓ ദ പവർ ഹാസ് ഗോൺ ഓഫ്, ദ പവർ ഹാസ് കം. ഓ യു ലുക്ക് യങ്ങർ ദാൻ യുവർ ഏജ്, യു ലുക്ക് ഓൾഡർ ദാൻ യുവർ ഏജ്. ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഓക്കെ, അങ്ങനെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഐ എം എ പേഴ്സൺ ഓഫ് വേർഡ്സ്, ഐ എം എ പേഴ്സൺ ഓഫ് വേർഡ്സ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് പറയാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായി, സംതിങ് ഈസ് റോങ് സംവെയർ. എവിടെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. സംതിങ് ഈസ് റോങ് സംവെയർ. ഇതൊരു 5-6 തവണ പറഞ്ഞു നോക്കൂ, പെർഫെക്റ്റ് ആവും. ഇനി അടുത്താണ്, 8ാമതാണ്. കണ്ടോളി, ഇത് വേണ്ടോ, ഇത് ഇത് അതുപോലെ എന്തോ ആണ്. നോക്കി, ഇത് അതുപോലെ എന്തോ ആണ് സംഭവം. ഇത് അതുപോലെ എന്തോ ആണ് എന്ന് പറയില്ലേ, പറയാറുണ്ട്. പറയാം, കണ്ടോളി, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇത് അതുപോലെ എന്തോ ആണ്. ഇത് അതുപോലെ എന്തോ ആണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു നോക്കൂ. കമോൺ, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ ആണല്ലോ. ഇത് അതുപോലെ എന്തോ ആണെന്നായി. ഇനി അടുത്ത 9ാമതാണ്, 9th വൺ. ഓക്കെ, ഇനി നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഫാമിലിൻ്റെ കൂടെ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ പോയി വിചാരിക്കുക, ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മോൾ എന്തോ സാധനം എടുത്തു. ഓക്കെ, നിങ്ങൾ പറയാണ്, പപ്പ ഇതെനിക്ക് വേണം, അതെനിക്ക് വേണം എന്ന് പറയുമ്പോൾ പറയാം, ഓഹോ ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. എന്താണ് ദാറ്റ്സ് ടു എക്സ്പെൻസീവ്? അത് വളരെ ചിലവേറിയതാണ്. അത് വേണ്ട. ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അല്ലേ? ജസ്റ്റ് പറയാം ഇംഗ്ലീഷിൽ, ഓ ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ദാറ്റ്സ് ടു എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. അത് വളരെ ചിലവേറിയതാണ് അല്ലേ? നമ്മുടെ മകനോ മകളോ അങ്ങനെ വില കൂടി എടുക്കുമ്പോൾ അല്ലേ, ഓട്ടോമാറ്റിക്കലി അല്ലേ മലയാളത്തിൽ പറയും, അത് വേണ്ട എന്ന് പറയില്ലേ. അതിന് പകരം എന്താ പറയാ, അയ്യോ അതിന് പകരം ഇത് പറയാം, അത് ഓ ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ഓക്കെ, ഇനി അടുത്താണ്, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നല്ലേ. ഞാനൊന്ന് ചിന്തിക്കട്ടെ. ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അഭിപ്രായം പറയാണ്, അപ്പം നിങ്ങൾ പറയരുത് ഞാനൊന്ന് ചിന്തിക്കട്ടെ. എന്താ പറയുക, ലെറ്റ് മീ തിങ്ക്. ഞാൻ ചിന്തിക്കട്ടെ. ലെറ്റ് മീ തിങ്ക്. ഓക്കെ, ഇനി അടുത്താണ്. അപ്പോൾ 10 ഇനി നമ്മുടെ 11ാമത്തെ വളരെ പ്രധാനപ്പെട്ട എന്നും സംസാരിക്കുന്ന സെൻറ്റൻസാണ്. കാണുള്ളേ 11th വൺ. എന്താണ്? ഓ അത് മികച്ചതായി തോന്നുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയ പറയാണ്. ഓക്കെ, ഈ ഐഡിയ എങ്ങനെയുണ്ട്? ഇത് നല്ല അടിപൊളിയായി തോന്നുന്നുട്ടാ. അത് വളരെ മികച്ചതായി തോന്നുന്നു, അല്ലെങ്കിൽ വളരെ അടിപൊളിയായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറയാം, അങ്ങനെ പറയുമ്പോൾ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഇവിടെ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അതൊന്നുമല്ല കേട്ടോ. ഇവിടെ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കില്ലേ, തോന്നുന്നു അല്ലേ. ഓ യു ലുക്ക് സ്മാർട്ട് എന്നാണ്. യു ലുക്ക് സ്മാർട്ട്. ആ ലുക്കിന് പകരം നമുക്ക് എന്താ പറയാം, സൗണ്ട് ഉപയോഗിക്കാം. യു സൗണ്ട് സ്മാർട്ട് എന്നുവെച്ചാൽ നിങ്ങൾ സ്മാർട്ടായി തോന്നുന്ന അർത്ഥം. ഓക്കെ, എന്തായി, ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഓ
ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ കാണിച്ചു. അപ്പോൾ ഞാൻ പറയണം, ഓ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് 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 സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം പറയണം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഇംഗ്ലീഷിൽ പറയേണ്ടി വന്നു, അല്ലേ? പറയേണ്ടി വന്നു, ആ സമയത്ത് വന്നില്ല. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, ആകെ കൊളായി, എന്തൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞു അയാളാണ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു, ഈ സെൻറ്റൻസ് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ സെൻറ്റൻസ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ഓർത്തു പോകും. അപ്പം അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ ആ സെൻറ്റൻസ് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് മനഃപൂർവ്വം എന്തെങ്കിലും സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. കാരണം ആ സാഹചര്യം വീണ്ടും വരും. മനസ്സിലായില്ല? സെയിം സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും വരും. അപ്പോൾ വീണ്ടും വന്നു കൊണ്ടുപോകാൻ നമ്മൾ പ്രതീക്ഷിക്കണം, ഇത് പറയണം, ഈ സാഹചര്യം വരുമ്പോൾ പറയണം. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കൂ. സാഹചര്യങ്ങൾ വരുമ്പോൾ ഏത് സാഹചര്യങ്ങൾ നമുക്ക് എന്താണോ പറയേണ്ടത് അത് പറയാൻ കഴിയും നമുക്ക്. പക്ഷെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇത് തോന്നുമല്ലോ, ഇത് പറഞ്ഞാൽ മതിയായിരുന്നു തോന്നുമല്ലോ. ആ തോന്നുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ നോട്ട് ചെയ്യാം. അടുത്ത സാഹചര്യം വരുമ്പോൾ ഞാൻ പറയും. പ്രാക്ടീസ് ചെയ്യുന്നേ അങ്ങനെ തന്നെ. ഇനി അടുത്താണ് അത് മികച്ചതായി തോന്നുന്നു പറയുമ്പോൾ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. ഇതൊക്കെ എപ്പോഴും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആരെങ്കിലും പറയുമ്പോൾ പറയാം തന്നെ, സിമ്പിൾ. ഇനി അടുത്താണ് 12. ഇറ്റ് ഡസൻറ്റ് വർക്ക്. കണ്ടോ, ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് പ്രവർത്തിക്കുന്നില്ല. അപ്പം ഞാൻ പറയാണ്, ആ ഫാൻ ഒന്ന് ഓണാക്കോ. ഡസൻറ്റ് വർക്ക്, ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് കേടാണ്, വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്കിംഗ് അല്ല എന്ന് പറയണം. അപ്പം പറയാം ഇറ്റ് ഡസൻറ്റ് വർക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യമാണെങ്കിലും പറയേണ്ട ആ സമയത്ത് പറഞ്ഞൂടെ. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നില്ല, പറഞ്ഞൂടെ ഇറ്റ് ഡസൻറ്റ് വർക്ക്. അല്ലെങ്കിൽ ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, പറഞ്ഞൂടെ ഇറ്റ് ഡസൻറ്റ് വർക്ക്. പറയാം, അല്ലേ? പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ ഫ്ലുവൻസി നഷ്ടപ്പെടും. അപ്പോൾ ഫ്ലുവൻസിയിലേക്കുള്ള വഴിത്തിരിവാണ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ പഠിച്ചു വെക്കാം. ഇറ്റ് ഡസൻറ്റ് വർക്ക്. എന്തോ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, പേൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ പറയാം ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇനി 13ാമത്താണ്, കണ്ടോളി. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നിങ്ങൾ പറഞ്ഞു. പറയാറില്ലേ? ഞാൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ, അല്ലേ? ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ, അത് നിങ്ങൾ പറഞ്ഞു. പറയാറുണ്ടല്ലോ, പറയാറുണ്ട്. പറയാം യു സ്പോക്ക് ഔട്ട്. എന്താണ്? യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്. യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്. യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ് എന്ന് പറയൂ. യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്. യു സ്പോക്ക് ഔട്ട് മൈ മൈൻഡ്. ഇനി നമ്മുടെ 14ാമത്തെ സെൻറ്റൻസ് ആണ്. കണ്ടോളി. ഇറ്റ് വിൽ ടേക്ക് 15 minutes. എന്താണ്? ഇറ്റ് വിൽ ടേക്ക് 15 minutes. ഇത് 15 മിനിറ്റ് എടുക്കും. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അല്ലേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മോട് ചോദിക്കുകയാണ് എത്ര സമയം എടുക്കും. അപ്പോൾ നമ്മൾ പറയൂലേ, ഇതൊരു 10 മിനിറ്റ് എടുക്കും, ഒരു 5 മിനിറ്റ്, ഒരു 15 മിനിറ്റ് എടുക്കും. അതിന് പകരം എന്ത് പറയാം? ഇറ്റ് വിൽ ടേക്ക് 10 minutes. It will take 15 minutes. It will take only 5 minutes. It will take only 2 minutes. എന്ന് പറയാം, ഇറ്റ് വിൽ ടേക്ക് 15 minutes. സിമ്പിൾ ആണല്ലോ, എന്നും പറയാനും പറ്റും, ആണല്ലോ. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ സെൻറ്റൻസ് ആണ് 15th one. അതാണ് ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എന്താണ്? അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വീണ് പൊട്ടി വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ പറയാം, എന്ത് പറയാം? ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. എക്സ്ക്യൂസ് മീ, ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഇതൊരു 5-6 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റായി. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ 15 സെൻറ്റൻസുകൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ PDF പേജ് നമ്പർ 36 മുതൽ 42 എന്താണ്
36 to 42, 36 മുതൽ 42 വരെ പേജുകൾ എന്താണെന്ന് പറയുക ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പേജ് നമ്പറൊക്കെ ഓപ്പൺ ചെയ്യുക. 36, 37, 38, 39, 40, 41, 42 ഈ പേജുകളൊക്കെ ജസ്റ്റ് സമയമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇനി വായിച്ചിട്ട് ഇത്രയും പേജുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല മനോഹരമായ എന്നും പറയാൻ കഴിയുന്ന സെൻറ്റൻസുകളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അത് മാത്രം വായിക്കുക, അത് മാത്രം പഠിച്ചെടുക്കുക. സാഹചര്യങ്ങൾ വരുമ്പോൾ പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും പേജുകളിൽ നിന്ന് ഞാനൊരു 15 സെൻറ്റൻസുകൾ എടുത്ത് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ്. ഇത് സ്ക്രീൻഷോട്ട് ഏതായാലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ 15 സെൻറ്റൻസുകൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. താങ്ക് യു എവരിവൺ.